ചിലപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും അറിയാതെ, അതായത് വധൂവരന്മാര്, അതായത് ഈ വിവാഹം കഴിക്കുന്ന പെണ്ണും ചെറുക്കനും അറിയാതെ തന്നെ വീട്ടുകാർ പരസ്പരം ഇതേപോലെ പല തെറ്റായ വിവരങ്ങൾ പരസ്പരം കൈമാറി. ഒരുപക്ഷെ ഈ പെണ്ണും ചെറുക്കനൊക്കെ നിരപരാധിയായിരിക്കും. ഇവരുടെ വീട്ടുകാർ പരസ്പരം പല തെറ്റായ വിവരങ്ങൾ പരസ്പരം കൈമാറുകയും വിവാഹം കഴിക്കാറുണ്ട്. വിവാഹശേഷമായിരിക്കും ഇവർ തമ്മിൽ സംസാരിക്കുമ്പോഴായിരിക്കും ഇന്ന പോലെ ആയിരുന്നല്ലോ പറഞ്ഞത്. അതൊക്കെ പിന്നീട് ഒരു വേള അതിൽ തമാശയിലേക്കൊക്കെ പോകുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. പക്ഷെ അത് പ്രശ്നമായി വരുമ്പോൾ മാത്രമേ. എല്ലാവർക്കും നമസ്കാരം. ദേശീയ ന്യൂസിന്റെ സൺഡേ മൂവി റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സുരേഷ് UPRS. ഈ ആഴ്ച നമ്മൾ റിവ്യൂ ചെയ്യുന്നത് സേതുകുമാർ പത്മവാർ രചനയും സംവിധാനം നിർവഹിച്ച ആസിഫ് അലി നായകനായിട്ട് അഭിനയിച്ച ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമയാണ്. സിനിമ തിയേറ്റർ റിലീസിന് ശേഷം ഇപ്പോൾ OTTയിൽ വീണ്ടും റിലീസായിട്ടുണ്ട്. ഈ സിനിമ കണ്ടവർ മാത്രം ഈ സിനിമ റിവ്യൂ കാണണം. നമുക്കറിയാം, വിവാഹ കമ്പോളത്തിൽ ധാരാളം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ സിനിമയിൽ പറയുന്നത് പോലെയൊക്കെ നടക്കുന്നുണ്ട്. തെറ്റായ വിവരങ്ങൾ നൽകി വിവാഹം കഴിക്കുക, വിവാഹത്തിന് ശേഷം നമ്മൾ മറ്റു കാര്യങ്ങൾ, വേറെ പല കാര്യങ്ങളും മുന്നോട്ട് അറിഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റാന്ന് പറയാം, അല്ലെങ്കിൽ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വിവാഹം നടക്കുന്ന ധാരാളം കേസുകൾ നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട്. അത് പുരുഷനും സ്ത്രീയും, പുരുഷന്റെ ഭാഗത്തും സ്ത്രീയുടെ ഭാഗത്തും ഒക്കെ നടക്കാറുണ്ട്. പക്ഷെ ഇവിടെ പ്രധാന കഥാപാത്രമായ ആസിഫ് അലിയുടെ ജീവിതത്തിൽ സ്ത്രീയുടെ ഭാഗത്തു നിന്ന് മാത്രമാണ് അത്തരം ഒരു കാര്യങ്ങൾ മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നായകനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയായി ഈ സിനിമ മാറുന്നുണ്ട്. പക്ഷേ പൊതുജീവിതത്തിൽ ധാരാളമായി നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ പുരുഷന്റെ ഭാഗത്തും സ്ത്രീയുടെ ഭാഗത്തും അറിഞ്ഞോ അറിയാതെയൊക്കെ പലപ്പോഴും പലതുമൊക്കെ ഒളിച്ചു വെക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വരാറുണ്ട്. സാധാരണ ജീവിതത്തിൽ ഇത് പതിവാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു സബ്ജക്റ്റ് ഒരു സ്ത്രീയുടെ ഭാഗത്ത് മാത്രം കുറ്റപ്പെടുത്തുന്ന രീതിയിലാവാതെ ഇരുഭാഗത്തും വിവാഹ കമ്പോളത്തിന്റെ ഒരു പൊതുവായ വിഷയമായി ഇത് കാണിക്കുകയും ഇതിലെ കഥാപാത്രങ്ങളെ കൃത്യമായ രീതിയിൽ ബാലൻസ് ചെയ്യുകയും ചെയ്തിരുന്നെങ്കിൽ ഈ കഥ, ഈ സിനിമയുടെ അവസ്ഥ, അല്ലെങ്കിൽ ഈ സിനിമയുടെ ഗതി തന്നെ മാറിപ്പോകുമായിരുന്നു. അത് മനഃപൂർവമാണോ അതോ ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ടാണോ എന്ന് നമുക്കറിയില്ല. എന്തു തന്നെയായാലും കൃത്യമായി ഈ സിനിമ ഇരുപക്ഷത്തും ബാലൻസ് ചെയ്യാവുന്ന രീതിയിൽ മാറ്റാവുന്നത്ര കഥാപാത്രങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് എന്നുള്ളത് സത്യമാണ്. പ്രധാനമായിട്ടും പറയുകയാണെങ്കിൽ ആസിഫ് അലിയും തുളസിയും ചെയ്യുന്ന നായിക കഥാപാത്രങ്ങളോടൊപ്പം ശ്രേയ രുക്മിണി ചെയ്യുന്ന ഒരു അഡ്വക്കേറ്റിന്റെ കഥാപാത്രം കൂടിയുണ്ട്. സ്വാഭാവികമായും കുടുംബത്തിന്റെ വിഷയങ്ങളും മറ്റും കുടുംബ കോടതിയിലാണ് ചെല്ലുക എന്നറിയാലോ. അപ്പോൾ കുടുംബ കോടതി ഈ സിനിമയുടെ ഒരു പ്രത്യേക ഭാഗമായി വരുന്നുണ്ട്, സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ഈ കഥയിൽ വളരെ പ്രധാനമായ സമയത്തൊക്കെ കുടുംബ കോടതിയിലെ വിചാരണയും കുടുംബ കോടതിയിലെ അവസ്ഥയും ഒക്കെ കൃത്യമായ രീതിയിൽ വരച്ചു വെച്ചിട്ടുണ്ട്. കുടുംബ കോടതിയിൽ വരുന്ന ചില കഥാപാത്രങ്ങൾ, ഉദാഹരണമായി സിദ്ധാർത്ഥ് ഭരതൻ ചെയ്ത കഥാപാത്രം, അദ്ദേഹവും ഇതേപോലെ ഒരു സ്ത്രീയാൽ പീഡിപ്പിക്കപ്പെട്ട, അല്ലെങ്കിൽ സ്ത്രീയാൽ വളരെ മോശമായ രീതിയിൽ സ്ത്രീയുടെ മോശം പെരുമാറ്റം കൊണ്ട് ജീവിതത്തിൽ ഒരു ദുഃഖവും സങ്കടവും ഒക്കെ നേരിടുന്ന ഒരു വ്യക്തിയാണ്. രണ്ടാമത് വരുന്ന കഥാപാത്രവും സ്ത്രീയുടെ പക്ഷത്ത് അല്ലെങ്കിൽ പുരുഷന്റെ പക്ഷത്ത് നിൽക്കുകയും ചെയ്യുമ്പോൾ നമ്മളിതിനെ ബാലൻസ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രത്യേക കർമ്മമാണ്. ഈ സിനിമയിൽ ബാലൻസ് ചെയ്യാവുന്ന ധാരാളം ഘടകങ്ങൾ സിനിമയിൽ കഥാസന്ദർഭങ്ങളിൽ തന്നെ വരുന്നുണ്ട്. അതൊന്ന് കൂടി ചിന്തിച്ച് ഡെവലപ്പ് ചെയ്തിരുന്നെങ്കിൽ, അതല്ലെങ്കിൽ ഒന്നുകൂടി മാറി ചിന്തിക്കുകയും അതിനെ ഒരു സാധാരണ രീതിയിലുള്ള ഒരു സിനിമയാക്കി മാറ്റുകയും ചെയ്തിരുന്നെങ്കിൽ ഈ സിനിമയുടെ അവസ്ഥ വേറൊന്നാകുമായിരുന്നു. നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു സജഷൻ, ആസിഫ് അലിയുടെ കഥാപാത്രം കുടുംബ കോടതിയിലെ കേസുമായി ചെല്ലുന്ന സമയത്ത് ശ്രേയ രുക്മിണിയുടെ അവതരിപ്പിക്കുന്ന കഥാപാത്രം അഡ്വക്കേറ്റ് ആണെന്ന് പറഞ്ഞത്. ഈ അഡ്വക്കേറ്റ് വളരെ മോശമായ രീതിയിലാണ് ആസിഫ് അലിയോട് പെരുമാറുന്നത്. അതായത് ഒരു പുരുഷ വിദ്വേഷം വെച്ച് പുലർത്തുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ശ്രേയ രുക്മിണിയുടെ കഥാപാത്രം ഇതിൽ പെരുമാറുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് പറയുന്നില്ല. ഒടുവിൽ കഥയുടെ കുറച്ച് ഭാഗത്ത് കഴിയുമ്പോൾ ഈ ശ്രേയ രുക്മിണിയുടെ കഥാപാത്രവും ആസിഫ് അലിയുടെ കഥാപാത്രവും തമ്മിൽ ചേർന്ന് പോകുന്നുണ്ട്, വളരെ നല്ല രീതിയിൽ ചേർന്ന് പോകുന്നുണ്ട്. അവർ പരസ്പരം മനസ്സിലാക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒരു തുടർ ജീവിതത്തിന് തന്നെ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലാണ് സിനിമ അവസാനിപ്പിക്കുന്നത്. ഒരു പുരുഷ വിദ്വേഷം കാണിക്കുന്ന
ഈ അഡ്വക്കേറ്റ് എന്ന രീതിയിൽ ശ്രേയ രുക്മിണിയുടെ അഡ്വക്കേറ്റ് കഥാപാത്രം കാണിക്കുന്നത്. അതിന് പിന്നിൽ ഒരു കാരണം കൊടുക്കുകയായിരുന്നെങ്കിൽ, അതിനെന്തെങ്കിലും ഒരു റീസൺ, ഒരു ലോജിക്ക് കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അത് മറ്റൊരു തലത്തിലേക്ക് ചിന്തിച്ച് ഇതിനെ ഡെവലപ്പ് ചെയ്യാമായിരുന്നു. ഉദാഹരണത്തിന്, ഒരു പുരുഷനാൽ പീഡനം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബിനിയാണ് ഈ അഡ്വക്കേറ്റ് എങ്കിൽ സ്വാഭാവികമായും ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ ഒരു സ്ത്രീയുടെ പക്ഷത്തേക്ക് നിൽക്കാനായിട്ട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കും. അങ്ങനെ ഒരു പീഡനം അവരുടെ ജീവിതം നേരിടുന്നതായി ചിത്രീകരിക്കുകയായിരുന്നെങ്കിൽ ആസിഫ് അലിയോട് പുരുഷവിദ്വേഷം കാണിക്കുന്ന അഡ്വക്കേറ്റിന്റെ ആ കഥാപാത്രത്തിന്റെ സ്വഭാവത്തെ ന്യായീകരിക്കുവാനും പറ്റുമായിരുന്നു. മാത്രമല്ല, ആസിഫ് അലിയുടെ കേസ് അവസാനിപ്പിക്കുന്ന സമയത്ത് ഈ അഡ്വക്കേറ്റിന്റെ കേസും അവർക്ക് അനുകൂലമായി വിധി വരികയാണെങ്കിൽ എന്തു തന്നെയായാലും ആസിഫ് അലിയും ഈ പെൺകുട്ടിയും തമ്മിൽ പിന്നീട് വളരെ സൗഹാർദ്ദത്തിലേക്കാവുന്നുണ്ട്. അത് ഒരു കാരണം കൂടെ, അതായത് ഇപ്പൊ ആസിഫ് അലിയുടെ കേസ് എല്ലാം ഫൈനലൈസായി ആസിഫ് അലിക്ക് അനുകൂലമായി വിധി വരുന്നു. അതോടൊപ്പം തന്നെ ആ ഒരു പുരുഷനാൽ പീഡിപ്പിക്കപ്പെടുന്ന ഈ അഡ്വക്കേറ്റിന്റെ കഥാപാത്രത്തിന് അവർക്ക് അനുകൂലമായ ഒരു വിധി കിട്ടുകയും അവർ പിന്നീട് ആ അനുകൂല വിധികൾ സമ്പാദിച്ച നല്ലൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന അഡ്വക്കേറ്റിന്റെയും ആസിഫ് അലിയുടെയും കഥാപാത്രങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഇമ്പാക്റ്റ് ഇപ്പോൾ സാധാരണ രീതിയിൽ ആസിഫ് അലിയുടെ കേസ് ഫൈനലൈസ് ചെയ്തിട്ട് തിരിച്ച് അഡ്വക്കേറ്റിനെ കാണുമ്പോൾ അവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ കാണുന്നില്ല. ഒരുപക്ഷെ അഡ്വക്കേറ്റും അങ്ങനെ ഒരു കേസ് നേരിടുകയും അതിൻ്റെ പരിണിത ഫലമായി അവർ പിന്നീട് പരസ്പരം കാണുകയും പരിചയപ്പെടുകയും അല്ലെങ്കിൽ ബന്ധപ്പെടുകയൊക്കെ ചെയ്യുകയായിരുന്നെങ്കിൽ ഇത് വിവാഹ മാർക്കറ്റിൽ സാധാരണയായി ഇരുഭാഗത്തും നടക്കുന്ന ഒരു സംഭവമായി നമുക്ക് മാറ്റിക്കൊണ്ട് ഈ സിനിമയെ ഒരു ബാലൻസ്ഡ് സിനിമയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. അങ്ങനെയെങ്കിൽ കുറച്ചുകൂടി പ്രേക്ഷക ശ്രദ്ധ ഈ സിനിമ നേടിയത്. ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ പോലും പീഡനമേൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഒരുപക്ഷെ ആ ഒരൊറ്റ കേസ് മതി സാധാരണ സ്ത്രീകൾ നേരിടുന്നതിൻ്റെ 10 മടങ്ങ് ഇമ്പാക്റ്റ് ഈ കേസിന് പ്രേക്ഷകരിൽ ഉണ്ടാക്കാനും സാധിക്കുമായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ പലരുടെയും ജീവിതത്തിലെ അനുഭവങ്ങൾ ഈ സിനിമയുമായി കണക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമ വൻ വിജയമായി മാറുകയും ചെയ്യുമായിരുന്നു. ആസിഫ് അലിയുടെ അഭിനയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഥാപാത്രത്തോട് നന്നായി ചേർന്ന് നിൽക്കുന്ന ഒരു അഭിനയമാണ് ആസിഫ് അലി കാഴ്ചവെച്ചത്. നായിക തുളസി, ശ്രേയ രുക്മിണി എന്ന മറ്റൊരു നായികയും കൂടി ഒരു അഡ്വക്കേറ്റിന്റെ വേഷത്തിൽ ഈ സിനിമയിലെത്തുന്നു. പൊതുവെ റിവ്യൂസ് ഇതിനെക്കുറിച്ച് പറയുന്നത് ഒരു സ്ത്രീ വിരുദ്ധ സിനിമയായിട്ടാണ്. അതല്ലെങ്കിൽ പുരുഷന്റെ ഭാഗം ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു സിനിമയായിട്ടാണ് എല്ലാ റിവ്യൂസും പറഞ്ഞത്. എന്നാൽ വളരെ നല്ലൊരു സിനിമയായി മാറാവുന്ന ഒരു സിനിമയായിരുന്നില്ലേ എന്നുള്ളതാണ് ഈ ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമയെക്കുറിച്ച് നമുക്ക് തോന്നുന്നത്. ഇതിൽ പ്രധാനമായി വരുന്ന എല്ലാ സ്ത്രീ കഥാപാത്രങ്ങളും പുരുഷ കഥാപാത്രങ്ങളെ മുതലെടുക്കുന്നവരായിട്ടോ അവരെ കഷ്ടപ്പെടുത്തുന്നവരായിട്ടോ പീഡിപ്പിക്കുന്നവരോ ആയിട്ടൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇത് പുരുഷന്റെ ഭാഗം ചേർന്ന് നിൽക്കുന്നതായിട്ടാണ് റിവ്യൂ എല്ലാം വന്നിരിക്കുന്നത്. എങ്കിൽ തന്നെയും കൃത്യമായി പരിശോധിച്ചാൽ ഈ സിനിമ ദാമ്പത്യ ജീവിതത്തിൽ കാണാൻ കഴിയുന്ന ധാരാളം വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായ രീതിയിൽ അഡ്രസ്സ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു എന്ന് തന്നെയാണ്. സ്ത്രീകൾക്ക് അനുകൂലമായ സിനിമകൾ സ്ത്രീകളും കുട്ടികളും എല്ലാം കയറി തിയേറ്ററിൽ വിജയിപ്പിക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ സിനിമ പുരുഷന്മാർക്ക് അനുകൂലമായതുകൊണ്ടായിരിക്കണം തിയേറ്ററിൽ വലിയൊരു വിജയമായിരുന്നില്ല ഈ സിനിമ. ഏകപക്ഷീയമായ ഒരു സിനിമ എല്ലാ പ്രേക്ഷകരും ഒരേപോലെ സ്വീകരിക്കണമെന്നില്ല. സിനിമ പക്ഷപാതരഹിതമായിരിക്കണം. നമ്മൾ സമീപിക്കുന്ന വിഷയത്തിൽ വളരെ ആത്മാർത്ഥമായി അത് പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാനാവുന്ന വിധത്തിൽ അവതരിപ്പിക്കുവാനുള്ള നല്ലൊരു ശ്രമം നടത്തുന്നത് എപ്പോഴും നല്ല സിനിമകൾ ഉണ്ടാകാൻ സഹായിക്കും. സിനിമ ഒരു പക്ഷത്തിന് വേണ്ടി മാത്രമുള്ളതായിരിക്കും. അത് പക്ഷപാതരഹിതമായിരിക്കണം. സമൂഹത്തിലെ പുഴുക്കത്തുകളെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു മാധ്യമം കൂടിയാണ് സിനിമ. ഒരു സിനിമ തിയേറ്ററിൽ വിജയമാകുന്നതിന് ധാരാളം ഘടകങ്ങളുണ്ട്. പ്രധാനമായിട്ടും ആ സിനിമയിൽ എന്ത് സന്ദേശം, അതല്ലെങ്കിൽ ആ സിനിമയിലൂടെ പ്രേക്ഷകർക്ക് എന്ത് നൽകുന്നു, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് എന്ത് അതിൽ നിന്ന് സ്വന്തമായ രീതിയിലേക്ക് കണക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഒരു സിനിമയെ എപ്പോഴും നല്ല വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരു നല്ല സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരു മോശം സിനിമയെന്ന് പറയാൻ ഒരു പ്രേക്ഷകനും ശ്രമിക്കാറില്ല, അവർക്ക് കഴിയുമില്ല.
ശരിക്കും മൗത്ത് എന്ന് പറയുന്നത്, അതായത് നമ്മൾ മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയും, ആ പബ്ലിസിറ്റിയിലാണ് ഇപ്പോൾ സിനിമ ഏറ്റവും കൂടുതൽ വിജയിക്കുന്നത്. പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ കാലത്ത് വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് നല്ല സിനിമയെ പെട്ടെന്ന് തന്നെ ജനങ്ങൾ ഏറ്റെടുക്കാനായിട്ടുള്ള ഒരു സാധ്യതകൾ സോഷ്യൽ മീഡിയയുടെയൊക്കെ വരവോടുകൂടി സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല സിനിമയാണെങ്കിൽ പിന്നെ അത് സ്വയം അങ്ങ് പ്രേക്ഷകർ ഏറ്റെടുത്തോളൂ. മലയാള സിനിമകൾ എല്ലാവരും പോയി തിയേറ്ററിൽ തന്നെ കാണണം. OTTയിൽ വരാൻ കാത്തിരിക്കരുത്. ഈ ആഴ്ചത്തെ റിവ്യൂ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.